പുതിയൊരു സിനിമയുടെ പ്രഖ്യാപനവുമായി ആശീർവാദ് സിനിമാസ് ഇന്നേ ദിവസം എത്തുന്നു എന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് രാവിലെ തന്നെ അവർ എത്തിയത്. ആശീർവാദിന്റെ ഒഫീഷ്യൽ പേജിൽ നിന്നും ഒരു പുതിയ അനൗൺസ്മെന്റിന്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എത്തിയപ്പോൾ പല രീതിയിലുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകർക്കിടയിൽ കൊഴുത്തു. മോഹൻലാലിന്റെ പുതിയ സിനിമ വരുന്നു എന്നതായിരുന്നു എല്ലാവരുടെയും ആദ്യത്തെ പറച്ചിൽ. അത് കറക്റ്റ് തന്നെ ആയിരിക്കുമല്ലോ, കാരണം ആശീർവാദ് ആണല്ലോ പ്രൊഡക്ഷനിൽ വരുന്നത്, അപ്പോൾ ഒരു മോഹൻലാൽ ചിത്രം തന്നെയായിരിക്കും. ഒപ്പം ജൂഡ് ആന്റണി ജോസഫിന്റെ പേരും പ്രേക്ഷകർ എടുത്തു പറഞ്ഞു. ജൂഡ് ആന്റണി മോഹൻലാലും തമ്മിലുള്ള ഒരു സിനിമ നടക്കാൻ പോകുന്നു എന്ന കാര്യങ്ങൾ അടുത്തിടെ വന്നതാണ്. കാരണം മോഹൻലാലിനോട് ഒരു കഥ പറഞ്ഞു ജൂഡ് എന്നത് പുറത്തു വന്ന ഏറ്റവും വലിയൊരു വാർത്തയായിരുന്നു. അതിനുശേഷം അദ്ദേഹം വെയിറ്റ് ചെയ്യുകയായിരുന്നു മോഹൻലാലിന്റെ ഒരു എസിന് വേണ്ടി. എസ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നു എന്നതും കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നു. എന്നാൽ ഇന്ന് പുറത്തു വന്നത് സാക്ഷാൽ മോഹൻലാൽ സിനിമയല്ല, മോഹൻലാലിന്റെ മകൾ വിസ്മയ മോഹൻലാൽ അഭിനയ രംഗത്തേക്ക് കടക്കുന്ന ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. അതൊരു പുതിയ കൗതുകമായി മാറി. നേരത്തെ തന്നെ ട്രാക്കർമാർ ഈ അനൗൺസ്മെന്റ് വരുന്നതിന് മുമ്പേ തന്നെ ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് എത്തിയിരുന്നു. വിസ്മയുടെ ഡെബ്യൂട്ട് സിനിമ വരാൻ പോകുന്നു എന്നതായിരുന്നു വാർത്തകൾ. തുടക്കം എന്നാണ് സിനിമയുടെ പേര് ചിത്രത്തിന് കൊടുത്തിരിക്കുന്നത്. സിനിമയുടെ നിർമ്മാതാക്കളായ ആശീർവാദ് സിനിമാസ് തന്നെയാണ് അപ്ഡേറ്റ് പങ്കുവച്ചിരിക്കുന്നത്. വിസ്മയ്ക്ക് ആശംസകളുമായി മോഹൻലാലും ആന്റണി പെരുമ്പാവൂരും ഒക്കെ എത്തിയിരുന്നു. എന്റെ പ്രിയപ്പെട്ട മായക്കുട്ടിക്ക് എല്ലാ പ്രാർത്ഥനകളും, ഒരു മികച്ച തുടക്കം നേരുന്നു എന്നാണ് ആന്റണി പെരുമ്പാവൂർ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. കുഞ്ഞ് വിസ്മയ്ക്കൊപ്പമുള്ള ചിത്രവും ആന്റണി പെരുമ്പാവൂർ പങ്കുവച്ചിട്ടുണ്ട്. മായക്കുട്ടി തുടക്കം സിനിമയോടുള്ള ഒരിക്കലും അവസാനിക്കാത്ത പ്രണയത്തിന്റെ ആദ്യപടിയാകട്ടെ എന്നാണ് മോഹൻലാൽ പങ്കുവച്ചത്. ചിത്രത്തിന്റെ ടൈറ്റിൽ പോസ്റ്ററും മോഹൻലാൽ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട്. ആശീർവാദ് സിനിമാസിന്റെ 37ാമത്തെ ചിത്രമാണിത്. ചിത്രത്തിന്റെ മറ്റ് അണിയറ പ്രവർത്തകരുടെ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. ചിത്രത്തിന്റെ ജോണറിനെ കുറിച്ചുള്ള വിവരങ്ങളും പുറത്തു വന്നിട്ടില്ല. ആക്ഷൻ മൂഡിലാണ് സിനിമ ഒരുങ്ങുന്നതെന്നും റിപ്പോർട്ടുകൾ ഉണ്ട്. ടൈറ്റിൽ ഡിസൈനും ആ സൂചനയാണ് നൽകുന്നത്. മാർഷൽ ആർട്സ് പഠിച്ചിട്ടുള്ള ആളാണ് വിസ്മയ എന്നതും ഈ റിപ്പോർട്ടുകൾ ശക്തമാക്കുന്നു. എന്തായാലും പറഞ്ഞതിൽ ചില മാറ്റങ്ങൾ ഉണ്ടെങ്കിലും ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്യുന്ന വിസ്മയ മോഹൻലാൽ ചിത്രമാണ് സംഭവിക്കുന്നത്. ഒരു മോഹൻലാൽ ചിത്രം എന്നത് മാറ്റിയാൽ വിസ്മയാണ് ഈ ചിത്രത്തിൽ നായിക വേഷത്തിൽ എത്തുന്നത്. മെയിൻ കഥാപാത്രത്തിൽ വിസ്മയ എത്തുമ്പോൾ ഈ ചിത്രത്തിൽ മോഹൻലാലും വന്നേക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. ഈ ചിത്രത്തിൽ ഒരു എക്സ്റ്റൻഡഡ് ക്യാമിയോ റോളിൽ മോഹൻലാലും എത്തിയേക്കാനുള്ള സാധ്യത ട്രാക്കർമാർ പങ്കുവയ്ക്കുന്നുണ്ട്. ഹൃദയകാരിയായ കുറിപ്പിനൊപ്പമാണ് ടൈറ്റിൽ പോസ്റ്റർ ജൂഡ് പങ്കുവച്ചത്. നിരാശപ്പെടുത്തില്ല ലാലേട്ട ചേച്ചി എന്ന ആമുഖത്തോടെയാണ് ജൂഡിന്റെ പോസ്റ്റ്. ഇതൊരു നിയോഗമായി കാണുന്നു. എന്റെ ലാലേട്ടന്റെയും സുജി ചേച്ചിയുടെയും പ്രിയപ്പെട്ട മായയുടെ ആദ്യ സിനിമ എന്നെ വിശ്വസിച്ച് ഏൽപ്പിക്കുമ്പോൾ ഞാൻ കണ്ടതാണ് ആ കണ്ണുകളിൽ നിറഞ്ഞ സന്തോഷവും പ്രതീക്ഷയും. നിരാശപ്പെടുത്തില്ല ലാലേട്ട ചേച്ചി. കൂടുതൽ അവകാശവാദങ്ങൾ ഒന്നുമില്ല, ഒരു കുഞ്ഞു സിനിമ എന്നും എന്റെ മനസ്സ് പറയുന്ന സിനിമകളാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇന്നും അങ്ങനെ തന്നെ. ആന്റണി ചേട്ട ഇതൊരു ആന്റണി ജൂഡ് തുടക്കമാകട്ടെ എന്നും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. പ്രിയ പ്രേക്ഷകർ കൂടെ നിൽക്കണമെന്ന പ്രതീക്ഷയോടെ. ഇത് ജൂഡ് പങ്കുവയ്ക്കുമ്പോൾ ആന്റണി ജൂഡ് തുടക്കമാകട്ടെ എന്ന വാക്കുകൾ അന്വർത്ഥമാക്കാൻ സാധ്യത കൂടുതലാണ്. തുടക്കത്തിലൂടെ ഈ തുടക്കം കുറിക്കുമ്പോൾ മോഹൻലാലിനും ജൂഡ് ഒരു കഥ കണ്ടുവച്ചിട്ടുണ്ട് എന്നത് ഈ വാക്കുകളിൽ നിന്നും വ്യക്തവുമാണ്. ഒരു മോഹൻലാൽ ചിത്രവും പുറകിൽ തന്നെയുണ്ട്. ഈ ചിത്രത്തിലും ഒരു മോഹൻലാൽ ടച്ച് ഉണ്ടാകാനുള്ള സാധ്യതയും. വലിയ സ്വീകാര്യതയാണ് ചിത്രത്തിന്റെ ടൈറ്റിൽ പോസ്റ്ററിന് ലഭിക്കുന്നത്. ചിത്രത്തിൽ നായികാവേഷത്തിലാണ് വിസ്മയ മോഹൻലാൽ എത്തുന്നത്. സിനിമയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. എങ്കിലും ടൈറ്റിൽ ഫോണ്ടിൽ ഒളിഞ്ഞിരിക്കുന്ന 2 കൈകൾ കരാട്ടയിലെ മൂവ്മെന്റുകളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആയോധന കലകളിൽ നൈപുണ്യമുള്ള വിസ്മയുടെ ഗംഭീരൻ ആക്ഷൻ രംഗങ്ങൾ ഉൾക്കൊള്ളുന്ന സിനിമയാകുമോ തുടക്കം എന്ന് ഉറ്റുനോക്കിയാണ് പ്രേക്ഷകരും. എന്തായാലും ഇപ്പോൾ വിസ്മയുടെ അരങ്ങേറ്റം വലിയ വാർത്തകളായി മാറിയിരിക്കുകയാണ്. മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ ഇത് ഏറ്റെടുത്തിരിക്കുകയാണ്. പ്രണവിന് ശേഷം വിസ്മയും സിനിമയിലേക്ക് എത്തുന്നു എന്ന വാർത്ത വലിയ രീതിയിൽ ഹെഡ്ലൈനുകളിൽ വന്നു കഴിഞ്ഞു. ഒപ്പം ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്യുന്ന വിസ്മയ മോഹൻലാൽ ചിത്രമാകുമ്പോൾ അത് ഗംഭീര തുടക്കം തന്നെയെന്നാണ് പറയേണ്ടത്. കാരണം ജൂഡ് സ്ത്രീപക്ഷത്തു നിന്നും സിനിമകൾ ഗംഭീരമായി പറഞ്ഞിട്ടുള്ള വ്യക്തി കൂടിയാണ്. നസ്രിയ നസീമിനെ ഏറ്റവും മികച്ചതായി അവതരിപ്പിച്ച് നായിക പട്ടത്തിലെത്തിച്ച ആൾ കൂടിയാണ് ജൂഡ്. ഓം ശാന്തി ഓശാനയിലൂടെ തൊട്ടു പിന്നാലെ എത്തിയ ഒരു മുത്തശ്ശി കഥയിലൂടെയും ഇതുവരെ കാണാത്ത ഒരു താരത്തെ കൊണ്ടുവരികയും ഗംഭീരമായി പടം ചെയ്യുകയും വിസ്മയിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇനിയിപ്പോൾ വിസ്മയുടെ ഊഴമാണ്.